ഒരു മിനിറ്റ് വീഡിയോ കാണുന്നതിന് മുന്നേ നമ്മുടെ പുതിയ സബ്സ്ക്രൈബേഴ്സും പഴയ സബ്സ്ക്രൈബേഴ്സും ഉണ്ടല്ലോ. അപ്പോൾ ഈ സ്റ്റോറിയുടെ മുന്നേ കുറേ കഥയുണ്ട്. അപ്പോൾ അതറിയണമെങ്കിൽ ഇതിന് മുമ്പ് ഒരു ചാനലുണ്ട്, ബോണോ ബോണോയ ഫൈറ്റിംഗ് എന്ന് പറഞ്ഞത്. ആ ചാനലിൻ്റെ ലിങ്ക് കമൻറ്റിൽ അല്ലെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടേക്കാം. അപ്പോൾ അവിടെ പോയിട്ട് ഒരു പ്ലേലിസ്റ്റ് ഉണ്ട് മൗനസമ്മതത്തിൻ്റെ. അവിടെ പോയിട്ട് ഈ സ്റ്റോറി ഫുള്ള് കണ്ടിട്ട് വേണം ഇങ്ങോട്ട് വരാൻ. എങ്കിൽ മാത്രമേ നിങ്ങൾക്ക് കണ്ടിന്യൂഷൻ കിട്ടത്തുള്ളൂ. ഓക്കെ, കണ്ടിട്ടുണ്ടെങ്കിൽ ഓക്കെ, നമുക്ക് കഥയിലേക്ക് പോകാം. വിടടാ എന്നെ. നാറി, ഇതാണോളോ നിന്റെ മനസ്സിലിരിപ്പ്, വൃത്തികെട്ടവനെ. എന്തുവാ ചെയ്യത്? നിന്റെ സൗണ്ടാ കെവിനെ പോലെ വൃത്തികെട്ടതായിട്ട് കേൾക്കുന്നേ. നാറി, നിന്നെ വിളിക്കാമെന്ന് എന്നെ പിടി ചുമ്മാ വെച്ചതും പോരാ, ഇപ്പൊ എന്റെ സൗണ്ട് കൊള്ളത്തില്ലെന്ന്. എണ്ണിക്കടാ ഇങ്ങോട്ട്. സ്വപ്നമായിരുന്നു അത്. ഷേ, ഞാൻ കിടക്കട്ടെ. ഇടയ്ക്ക് ഇവനെ പൊക്കെ, ഞാനൊന്ന് ഉറങ്ങിക്കോട്ടെ. ആഹാ, ഇത്രയൊക്കെ ചെയ്തിട്ട് ദാണ്ട് പോയി കിടന്നുറങ്ങുന്നു. വിടില്ല, നിന്നെ ഞാൻ വെറുതെ വിടില്ല. ഞാനിത് താഴെപ്പോൾ എല്ലാവരോടും പറയും. കുടുംബക്കാരൊക്കെ വന്നിട്ടുണ്ട്. ആദ്യം ഞാൻ ജിനുമമ്മിയോട് പറയും. നിന്നെ ഞാൻ നാണക്കെടുത്തും, നോക്കിക്കോ. നീ എന്ത് പറയുമെന്നാടാ ഈ പറയുന്നേ? ഞാനൊന്ന് ഉറങ്ങിക്കോട്ടെ. നിനക്കൊന്നും ഓർമ്മയില്ലെന്നോ? എടാ അഭിനയിക്കില്ലേടാ, ജിയയുടെ പേരും വിളിച്ച് എന്നെ നീ. അയ്യോ, ഞാനിത് എങ്ങനെ താഴെ പോയി പറയും? എനിക്ക് തന്നെ ഒരു നാണക്കേടില്ലയോ? വൃത്തിയിട്ടവനെ. അയ്യോ, അപ്പം ഞാൻ സ്വപ്നത്തിൽ ഉമ്മ വെച്ചത്. അയ്യേ, ഞാനിത് താഴെ പോയി പറയും. ഉറപ്പായിട്ട് ഞാൻ പറയും. ആ കൊച്ചിനെ നേരിട്ട് കാണുമ്പോൾ അതിനെ കടിച്ച് തിന്നുന്ന പോലെ നോക്കുന്നത്, സംസാരിക്കുന്നത്. എന്നിട്ട് ദാണ്ട ഒരുത്തൻ ഇവിടെ സ്വപ്നത്തിൽ അതിന് ഉമ്മ വെക്കുന്നു, കെട്ടിപ്പിടിക്കുന്നു. അയ്യടാ. അതിന് നിന്നോട് ആരാ പറഞ്ഞ ഞാൻ ജിയനെ സ്വപ്നത്തിൽ കണ്ടതെന്നൊക്കെ? ഞാനതൊന്നുമല്ല, ഞാൻ വേറെ എന്തോ സ്വപ്നത്തിൽ കണ്ടത്. ഞാൻ എൻ്റെ വീട്ടിലുള്ള പട്ടീനെ ഉമ്മ പോലെ ഞാൻ സ്വപ്നം കണ്ടത്. മോനെ, എന്താ നിന്റെ വീട്ടിലെ പട്ടിയുടെ പേര് ജിയെന്നാ? എടാ കള്ളം പറയില്ലേ നീ എന്നോട്? ചിലപ്പോൾ ഞാൻ എൻ്റെ പട്ടീനെ എനിക്ക് ഇഷ്ടമുള്ള പേര് വിളിക്കും. അതിനിപ്പോൾ നിനക്കെന്താ? അപ്പോൾ നിനക്ക് ഇഷ്ടമുള്ള പേരാണല്ലേ ജിയ? ഇഷ്ടമുള്ള പേരോ ഇഷ്ടമുള്ള ആളോ? നടക്കട്ടെ, ഞാൻ വരുന്നില്ലേ. എൻ്റെ ഈ കെവിനെ എൻ്റെ പ്രായത്തിൽ മൂത്തിയാൽ ഞാൻ നോക്കത്തില്ല കേട്ടോ. ഒന്നും മിണ്ടായിരുന്നേ, ചുമ്മാ ഇല്ലാത്ത ദൂരം പറഞ്ഞുണ്ടാക്കാൻ. സ്വപ്നത്തിൽ ഞാൻ എന്തോ ഓർത്തു കണ്ടു. പോയി, പറ്റിപ്പോയി. അങ്ങ് ക്ഷമിക്കുക. നീ താഴെ എല്ലാവരോടും പറയാനൊന്നും നിൽക്കണ്ട കേട്ടോ. ഈ കല്യാണം പെട്ടെന്ന് കഴിഞ്ഞാൽ മതി എന്ന് ഓർത്തിരിക്കുമ്പോഴാണ്. ഓ കല്യാണം വേഗം കഴിഞ്ഞിട്ട് എന്തുവാ? മനസ്സിലായി. സ്വപ്നത്തിൽ കാണുന്നതൊക്കെ നേരിട്ട് ചെയ്യാലോ. എടാ, നിന്റെ മനസ്സിലിരിപ്പ് മനസ്സിലായി. മനസ്സിലാക്കി കളഞ്ഞല്ലോ. അതേടാ, കല്യാണം കഴിഞ്ഞിട്ട് വേണം ഞാൻ സ്വപ്നം കണ്ട പോലെ എല്ലാം ചെയ്യാൻ. ആദ്യം ഇങ്ങനെ എടുത്ത് കറക്കി ഞാൻ സ്വപ്നം കണ്ട പോലെ ആദ്യം ഒരു ഉമ്മ കൊടുക്കണം. എന്തെങ്കിലും പ്രശ്നമുണ്ടോ നിനക്ക്? എനിക്കൊരു പ്രശ്നമില്ല. എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്ന് നേരിട്ട് അവളോട് തന്നെ ചോദിച്ചോ. താൻ നിൽക്കുന്ന പുറകില്. പുറകിലോ? മമ്മിയായിരുന്നോ? ഞാനങ്ങ് പേടിച്ചു പോയി. അതെന്താടാ, നിനക്ക് നിന്റെ തട്ടേ പേടിയില്ലയോ? എൻ്റെ പൊന്നു മമ്മിയെ ഒന്നുമില്ല, എനിക്ക് മമ്മി നല്ല പേടിയാ. മതിയോ? ആ പേടി എൻ്റെ മക്കൾക്ക് എന്നും ഉണ്ടായാൽ മതിയേ. ഇപ്പം എൻ്റെ പൊന്നു മക്കളൊന്നും അങ്ങോട്ട് മാറിക്കേ. ആ കെവിനെ ഒന്ന് കാണിച്ചേ. എടാ നിന്നെ ഞാൻ എത്ര മണിക്കൂർ മുമ്പ് ഇവനെ താഴോട്ട് വിളിച്ചുകൊണ്ട് വരാൻ വിട്ടതാടാ. അവനപ്പം ഇവിടെ കൊച്ചു വർത്തമാനം പറഞ്ഞുകൊണ്ടിരിക്കുന്നു. ഞാൻ എത്ര നേരം അവിടെ നോക്കി നിൽക്കുക. ഒരു കാര്യം പറഞ്ഞ് അത് വൃത്തിക്ക് ചെയ്യാൻ അറിയണം, അല്ലെങ്കിൽ കേട്ടിട്ട് പോവരുത് ഇങ്ങോട്ട്. മനസ്സിലായോ? നിന്നെ എന്തുകൊണ്ട് കൊള്ളാം നിന്നെ? അത് പിന്നെ മമ്മി, ഞാൻ വിളിക്കാൻ വന്നപ്പോൾ ഇവൻ ഉറങ്ങുമായിരുന്നു.
അപ്പോൾ ഇവനെ സ്വപ്നം കണ്ടപ്പോൾ ഞാൻ അങ്ങോട്ട് പോയപ്പോൾ അവൻ ഇങ്ങോട്ട് വന്നപ്പോൾ ഉമ്മ അങ്ങനെ വെച്ച് ഓ, ഇവനിപ്പോൾ എല്ലാം കുളവാക്കും. ഞാൻ സ്വപ്നം കണ്ടത് ഇവന് ഉമ്മ വെക്കാൻ പോയതൊക്കെ ഇപ്പം മമ്മിയോട് പറയും. അതിന് മുമ്പേ കയറി ഇടപെടാം. അത് പിന്നെ മമ്മി കെവിൻ ചാച്ചൻ എന്നെ ഒന്ന് വിളിച്ചു. അപ്പോൾ ഞാൻ എണീക്കാൻ ഇച്ചിരി ലേറ്റായി പോയതാ. ഞാനിപ്പോൾ താഴോട്ട് വരാം. എന്താ മമ്മി പ്രത്യേകിച്ച്? താഴെ ആരെങ്കിലും ഉണ്ടോ എന്നെ കാത്ത്? ഓ, അപ്പം എൻ്റെ പൊന്നു മക്കളല്ലേ ലേറ്റായത്. എടാ നിനക്ക് വല്ല നാണം ഉണ്ടോ? എടാ 10-26 വയസ്സായി. നാളെ കഴിഞ്ഞാൽ നിൻ്റെ കല്യാണമാണ്. ആ ഓർമ്മയെങ്കിലും നിനക്കുണ്ടോ? ഇന്നിവിടെ എന്തോടെ പരിപാടി? കല്യാണം ഒരുക്കതിനായിട്ട് വീടൊക്കെ അലങ്കരിക്കുക, ബന്ധുക്കാരും സ്വന്തക്കാരും വന്നിട്ട് കല്യാണ ചെക്കനെ തപ്പുമ്പോൾ കല്യാണ ചെറുക്കനില്ല. എന്ത് ചെയ്യേ? പോത്ത് പോലെ കിടന്നുറങ്ങുക. ആ ഉറങ്ങുന്നതിനെ വിളിക്കാൻ ഞാൻ വിട്ടത് ഒരു മണകോണാഞ്ചനെ. രണ്ടെണ്ണം കൂടെ ഇവിടെ കഥയും പറഞ്ഞിരിക്കും. ഇവിടെ താഴോട്ട് ഇറങ്ങി വാട കുളിച്ച് റെഡിയായിട്ട് എല്ലാവരും നിന്നെ നോക്കി ഇരിക്കുക. അതെങ്ങനെ ഈ 26 വയസ്സും ബുദ്ധിയും ബോധമില്ലാത്തതിനെയൊക്കെ പിടിച്ച് കെട്ടിക്കാൻ പോയി എന്നെ വേണം പറയാൻ. ഡോണ്ട് വരി മമ്മി, ഇവനെ റെഡിയാക്കി ഞാൻ ഇപ്പം താഴോട്ട് കൊണ്ടുവന്നേക്കാം. മമ്മി താഴോട്ട് പൊക്കോ. ഡോൺ വറി മമ്മീന്ന്. എടാ എനിക്കിപ്പോഴാടാ വറി കൂടിയത് നിന്നെ ഇങ്ങോട്ട് വിട്ടത്. ഞാനങ്ങ് വന്നാൽ മതിയായിരുന്നു നേരത്തെ. രണ്ടുപേരുടെ മര്യാദയ്ക്ക് 10 മിനിറ്റുള്ളിൽ താഴെ എത്തിക്കണം, കേട്ടല്ലോ. മമ്മി ദാണ്ടേ, ഞാൻ ദാണ്ടെ റെഡി ആവാൻ പോവാ. മമ്മി താഴോട്ട് പൊക്കോ, ഞാൻ വേഗം വന്നേക്കാവേ. പൊക്കോ. എടാ കെവിനെ, ഇവനെന്താടാ പറ്റിയേ? ഞാൻ പറയുന്നേക്കെ വേണ്ട, തറുതല പറയാതെ എല്ലാം അനുസരിക്കുന്നു. എന്താടാ ഇത് മറിമായം? അതൊന്നുമില്ല മമ്മി, മരുഭൂമി പ്രണയമഴ പെയ്യുന്നതിൻ്റെയാ. നമ്മുടെ ജിയയാവുന്ന പ്രണയത്തിൻ്റെ മഴ. അതെന്ത് മഴയാ? പ്രണയമഴ? മരുഭൂമി മഴ പെയ്തോ? അപ്പൊ ദുബായ് മഴയാണോ? ഞങ്ങൾ നിന്നപ്പോ ദുബായ് മഴ പെയ്തില്ല, ഞങ്ങൾ വന്നപ്പോ മഴ പെയ്തു. പ്രണയമഴ എന്തുവാ? ഈ കുരുപ്പ് ഇതിപ്പോൾ എവിടുന്ന് വന്നു? അവള് മാത്രമല്ലല്ലോ, ഞങ്ങൾ എല്ലാരും ഉണ്ട്. അയ്യോ, എന്റെ മക്കളൊക്കെ ഇങ്ങ് കേറി വന്നു. നിങ്ങളോട് താഴെ നിൽക്കാനല്ലേ ജിനി മമ്മി പറഞ്ഞേ? എന്തിനാ കേറി വന്നേ? ജിനി മമ്മി ഞങ്ങളെ പറ്റിച്ചു. ജിയ ചേച്ചിയെ കാണിച്ചു തരാന്ന് പറഞ്ഞ് ഞങ്ങളെ കൂട്ടിക്കൊണ്ട് വന്നിട്ട് ഞങ്ങളെ താഴെ നിർത്തിയിട്ട് ജിനി മമ്മി ഇങ്ങ് കേറി വന്നു. ഞങ്ങൾ എത്ര നാളെ താഴെ നിൽക്കുവാ? അയ്യോടാ മക്കളെ, ജിനി മമ്മി അങ്ങ് മറന്നുപോയല്ലോ. നിങ്ങളുടെ ഈ ചാച്ചന്മാരെ ഒരിക്കൽ താഴോട്ട് വിളിക്കാൻ വേണ്ടി വന്നതാ ഞാൻ. വാ, ചേച്ചിയെ കാണിച്ചു തരാം. എന്നാലും എന്തുവാ ജിനി മമ്മി ഈ പ്രണയമഴ? അയ്യോടി, അവള് മുട്ടേന്ന് വിരിഞ്ഞില്ല. ഉടനെ അവൾക്ക് അറിയണം എന്തോ പ്രണയമഴയെന്ന്. കണ്ടോ മമ്മി ഇപ്പോഴത്തെ ഓരോ പിള്ളേരെ? നീ പോടാ കെവിൻ ചാച്ച, നീ പണ്ടേ ഇവിടെ ഇപ്പ നീ ഒന്നും പറഞ്ഞിരുത്തില്ല. നീ പോ, ഞങ്ങൾ പോയി ജിയ ചേച്ചിയെ കണ്ടിട്ട് വരാമല്ലോ. ഞാൻ ജിയ ചേച്ചിയോട് ചോദിച്ചോളൂ എന്തുവാന്ന്. പോടാന്നോ? എടി ഒന്നുമില്ലെങ്കിൽ ഞാൻ നിങ്ങളുടെ കസിൻ അല്ലേടി, നിങ്ങളുടെ ചാച്ചനല്ലേടി, ഒന്ന് ബഹുമാനിക്കടി. കണ്ടോ ജിനി മമ്മി, ആർക്കും എന്നൊരു വിലയില്ല. വാ, ഡാൻസ് പഠിക്കാനാ എൻ്റെ അടുത്ത് വാ, ഞാനിപ്പോൾ പഠിപ്പിച്ചു തരാവേ. അയ്യോ ചാച്ച, പിണങ്ങില്ലേ? അവള് ചുമ്മാ പറഞ്ഞതാ. ഞങ്ങൾക്ക് കെവിൻ ചാച്ചനെ വലിയ ഇഷ്ടാ. നമുക്ക് കല്യാണത്തിന് ഡാൻസ് കളിക്കണ്ടേ? പിണങ്ങല്ലേ? വേണ്ട, ഞങ്ങൾ ഡാൻസ് പിടിച്ചിട്ടുണ്ടാക്കണ്ട, കൊള്ളാവോ? സോപ്പിടാനുണ്ടല്ലോ ജിനി മമ്മി, ഈ 4 കഴിഞ്ഞിട്ടുള്ള വേറെ ആരും. ഞാൻ ദുബായി പോയി നിൽക്കുമ്പോൾ എന്നെ ദാണ്ട് ചെണ്ടയ്ക്ക് കുട്ടുന്ന പോലെയാണ് 4 ഇട്ട് കുട്ടുന്നത്. വിചാരം ഞാൻ ഇവരുടെ പ്രായമാണെന്നും പറഞ്ഞ് എന്നെ തട്ടിക്കളിക്കുക. ഓരോ അടി കിട്ടുന്നത് നിനക്കൊക്കെ ആവശ്യം. ആരെങ്കിലും വേണ്ടി നിന്നെയൊക്കെ ശരിയാക്കാൻ. പിള്ളേർ ദുബായിലായിപ്പോയി, ഇല്ലാതെ 2 ഇവളുമാർ ശരിയാക്കി എടുത്തേനെ. എടാ, അവൻ കുളിക്കാൻ കയറിയെന്ന് തോന്നുന്നു. നീ എന്തായാലും അവൻ റെഡിയായിട്ട് 2 പേരുടെ താഴോട്ട് വരണേ. പിന്നെ ഞാൻ പിള്ളേരെ കൊണ്ടുപോയിട്ട് ജിയെ കാണിച്ചിട്ട് വരാം. പിള്ളേർ കണ്ടിട്ടില്ല അവളെ, കാണണമെന്ന് പറഞ്ഞ് ഭയങ്കര വാശി വന്നപ്പോൾ തൊട്ട്. കേട്ടോ? സമയം ഒത്തിരി എടുക്കല്ലേ കേട്ടോ? ഇല്ല മമ്മി, ഞങ്ങൾ 2 വേഗം വന്നേക്കാം, പൊക്കോ. മക്കളെ, ശബ്ദമൊന്നും ഉണ്ടാക്കില്ല കേട്ടോ. ചിലപ്പോൾ ജിയ ചേച്ചി ഉറങ്ങുമായിരിക്കും, ഇല്ലെങ്കിൽ എന്തെങ്കിലും പഠിക്കുമായിരിക്കും കേട്ടോ. അപ്പോൾ മമ്മി ആദ്യം നോക്കട്ടെ ചേച്ചി എന്തോ ചെയ്യുവാന്ന്. എന്നിട്ട് ചേച്ചി ഫ്രീ ആണെങ്കിൽ മക്കളെ പരിചയപ്പെടുത്തി തരാം കേട്ടോ. ചേച്ചി ഫ്രീ ആണെങ്കിൽ മാത്രം ഞങ്ങൾക്ക് കണ്ടാൽ മതിയേ. മമ്മി ഡോറ് തുറന്നൊന്ന് പയ്യെ നോക്കട്ടെ. എന്തിയാ അവള്? മക്കളെ, ചേച്ചി എന്തോ എഴുതിക്കൊണ്ടിരിക്കുക കേട്ടോ. ചേച്ചി എഴുതി കഴിഞ്ഞിട്ട് മമ്മി പരിചയപ്പെടുത്താം. മക്കൾ വന്നിട്ടൊന്നും കഴിച്ചില്ലല്ലോ. വാ, മമ്മി എന്തെങ്കിലും തരാം. ഫുഡ് കഴിച്ചിട്ട് ചേച്ചിയെ കാണാം. ഞാനും കൂടെ നോക്കിക്കോട്ടെ ജിനി മമ്മി. ഹായ്, നല്ല സുന്ദരി ചേച്ചിക്കുട്ടി, നല്ല മുയലും കുഞ്ഞിനെ പോലെ ഉണ്ട്. ചേച്ചി എന്തോ ജിനി മമ്മി എഴുതുന്നേ? അത് അവളുടെ മനസ്സ് അവളെ എഴുതുന്നേ. കഥയായിട്ടും കവിതയായിട്ടും അങ്ങനെ
കഥകളൊക്കെ ഉണ്ടാകുക? ഇങ്ങനെ ആലോചിച്ചുണ്ടാക്കുക ചെയ്യുക? അവളുടെ കൺവെട്ടത്തും ചുറ്റുവട്ടത്തും കണ്ടതും കേട്ടതും അതൊക്കെ തന്നെ ഈ കഥയും കവിതയും ഒക്കെ. ചേച്ചി ഇപ്പൊ ഇരുന്ന് എഴുതിക്കോട്ടെ, നമുക്ക് പിന്നെ വരാം. വാ. ഈ കുഞ്ഞുങ്ങളോട് ഞാൻ എങ്ങനെ പറഞ്ഞു കൊടുക്കാനാ അവൾ ആയിരുന്നു എഴുതുന്നത് അവളുടെ ജീവിതമാണെന്ന്? ഇനിയും ജിയമോക്ക് നാളെ കഴിയുമ്പോൾ ഒരു പുതിയ ജീവിതം ഉണ്ടാകാൻ പോവുക. അപ്പോൾ അതുവരെയുള്ള അവൾ അനുഭവിച്ചതും എല്ലാം അവൾ ആ ഡയറിയിൽ എഴുതിക്കോട്ടെ. അവളെ ശല്യം ചെയ്യില്ലല്ലോ. അവളുടെ സങ്കടങ്ങളൊക്കെ അവൾ എഴുതിക്കോട്ടെ. നാളെ കഴിഞ്ഞാൽ അവൾക്ക് പുതിയൊരു ജീവിതവും സന്തോഷവും ദൈവമേ അവൾക്ക് നൽകണമേ. നാളെ കഴിയുമ്പോൾ എൻ്റെ ജീവിതത്തിൽ പുതിയൊരു വഴിത്തിരിവാണ് ഉണ്ടാകാൻ പോകുന്നത്. ഞാൻ ഇത്രയും കാലം എൻ്റെ മനസ്സിൽ സൂക്ഷിച്ച ആ പ്രണയത്തെ ഞാൻ നാളെ കഴിയുമ്പോൾ സ്വന്തമാക്കും. ഡയറിക്കുട്ടി, നീ ഇപ്പോൾ ചിന്തിക്കുന്നില്ലേ ഞാൻ എന്ത് കണ്ടിട്ടാണ് അവനെ സ്നേഹിക്കുന്നതെന്ന്? അതിൻ്റെ കാരണം ഞാൻ മാത്രം അവനെ കണ്ട ഒരു കാഴ്ചയുണ്ട് എന്നതാണ്. എനിക്ക് അവൻ എൻ്റെ എല്ലാമാണ്, എൻ്റെ ജീവിതത്തിൻ്റെ ഒരു നിറവാണ്, എൻ്റെ കണ്ണിൽ എനിക്ക് മാത്രം കാണാൻ കഴിയുന്ന എൻ്റെ രാജകുമാരൻ. നാളെ കൂടെ കഴിയുമ്പോൾ ഈ വീടിനോടും എൻ്റെ മുറിയോടും ജൂണിപ്പപ്പയോടും ജിനിമമ്മയോടും യാത്ര പറഞ്ഞ് പോകണ്ടേ? വീടായി മാറുന്ന ചില മനുഷ്യരുണ്ട്. സന്തോഷങ്ങൾക്കും സങ്കടങ്ങൾക്കും വഴക്കുകൾക്കും ഒക്കെ ഒടുവിൽ നമുക്ക് നമ്മളായിരിക്കാൻ കഴിയുന്ന സ്നേഹവും സംരക്ഷണവും ഒരുപോലെ ലഭിക്കുന്ന ചിലയിടങ്ങൾ. എനിക്ക് അതുപോലെ ഒരിടമായിരുന്നു ഇവിടെ. ഈ ഇടം വിട്ട് നാളെ കഴിയുമ്പോൾ ഞാൻ പുതിയൊരു ജീവിതത്തിലേക്ക്, ഞാൻ ആഗ്രഹിച്ച പോലൊരു ജീവിതത്തിലേക്ക് പകർന്നു വരാൻ പോവുകയാണ്. എന്താകുമോ ഏതാകുമോ ഒന്നും എനിക്കറിയില്ല. ഒന്ന് മാത്രം അറിയാം, ഞാൻ ആഗ്രഹിച്ച, ഞാൻ മനസ്സിൽ സൂക്ഷിച്ച ഒരാളുടെ കൂടെയാണ് നാളെ കഴിയുമ്പോൾ ഞാൻ ജീവിക്കാൻ പോകുന്നതെന്ന്. ആ പിന്നെ എന്നോട് അധികം മിണ്ടാറില്ല. അതെന്താണാവോ? പുള്ളി സംസാരിച്ചാൽ ഞാൻ സംസാരിക്കും, പുള്ളി മിണ്ടാതിരുന്ന ഞാൻ മിണ്ടാതിരിക്കും. എന്താ അങ്ങനെ? ഇന്നലെ കെവിൻ ചേട്ടായി തമാശയ്ക്ക് എന്നോട് പറഞ്ഞു, കെവിന് വേറൊരു പെൺകുട്ടിയെ ഇഷ്ടമുണ്ടെങ്കിൽ നീ എന്ത് ചെയ്യുമെന്ന്. കെവിൻ ചേട്ടായി തമാശയ്ക്ക് പറഞ്ഞതല്ലേ? അല്ലെങ്കിൽ തന്നെ ഒരാൾക്ക് വേറൊരു പെൺകുട്ടി ഇഷ്ടമാണെങ്കിൽ എങ്ങനെയാ വേറൊരു കല്യാണത്തിന് സമ്മതിക്കുക? ആ മനസ്സിൽ അങ്ങനെ ഒരാളുണ്ടെന്ന് ഞാൻ അറിഞ്ഞ, ആ മനസ്സിൽ എനിക്ക് ഇടമില്ലെന്നറിഞ്ഞ ഞാൻ അവിടെ നിന്ന് പടിയിറങ്ങും, യാത്ര പോലും പറയാതെ. സ്നേഹം കൊണ്ട് പോലും ഞാൻ നിങ്ങളെ ബുദ്ധിമുട്ടിക്കില്ല. കാരണം നിങ്ങൾ എനിക്കെന്നും പ്രിയപ്പെട്ടവനാണ്. സ്നേഹം ഒരിക്കലും പിടിച്ചു വാങ്ങാൻ പറ്റില്ലല്ലോ. നിങ്ങൾക്ക് പകരം ഞാൻ ഒന്നിനെയും ചിന്തിച്ചിട്ടില്ല. നിനക്ക് പകരം എന്ന് ചിന്തിക്കാൻ എനിക്ക് സാധിക്കുകയുമില്ല. കാത്തിരിക്കുകയാണ് ഞാൻ. നാളത്തെ ദിവസം എനിക്ക് വേണ്ടി കരുതി വച്ചിരിക്കുന്നത് എന്തോ അതിനായി. നിനക്ക് വേണ്ടി കാലം കരുതി വെച്ചിരിക്കുന്നത് എൻ്റെ കയ്യാൽ തന്നെ നിനക്ക് താമസിയാതെ കിട്ടും ചെയ്യാ. നീ എന്താ വിചാരിച്ചത്? എന്നിൽ നിന്നും എൻ്റെ കെവിനെ പിടിച്ചു പറിച്ച് കൊണ്ടുപോകാമെന്നോ? കല്യാണമൊക്കെ ആയല്ലോ. നാളെ കഴിഞ്ഞല്ലേ കല്യാണം? ഞാൻ നടത്തി തരാമല്ലോ കല്യാണം. എൻ്റെ ടെവിനെ നിനക്ക് എന്നിൽ നിന്നും പിടിച്ചു പറിക്കാനാവില്ല ചെയ്യാ. അവൻ എനിക്കുള്ളതാ, ഈ അലീനയ്ക്കുള്ളത്.